നമസ്കാരം. വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും ഒരു കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഈ വീഡിയോയ്ക്ക് ഇത്ര വ്യൂസ് കിട്ടണം എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമേ അല്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായിട്ട് മാറണം, നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരമായിട്ടുള്ള നിമിത്തം സൃഷ്ടിക്കുന്ന ഒന്നാകണം എന്നുള്ള നിർബന്ധ ബുദ്ധി തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ട്. പറഞ്ഞു വരുന്നത് LD ക്ലർക്ക് പരീക്ഷയുടെ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. LD നോട്ടിഫിക്കേഷന് ഇനി അധികം താമസമുണ്ടാവത്തില്ല. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഉദ്യോഗാർത്ഥികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിജ്ഞാപനമാണത്. നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നതിന് പരിശീലിക്കുന്നതിന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ദിശ തെറ്റാതെ ആ ലക്ഷ്യത്തിലോട്ട് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതിന് സഹായകരമാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് കണ്ടന്റിലോട്ട് വരാം. LD ക്ലർക്ക് പരീക്ഷ. ഈ പരീക്ഷ സാധാരണ PSC പരീക്ഷകളെ പോലെ രണ്ട് തലത്തിൽ നടക്കുന്ന പരീക്ഷയല്ല. ഇപ്പോൾ നടക്കുന്ന PSC പരീക്ഷകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്രിലിംസ്, മെയിൻസ് എന്നിങ്ങനെ രണ്ട് തലങ്ങൾ അതിനുണ്ട്. പക്ഷേ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് പ്രിലിംസോ മെയിനോ ഇല്ല, ഒറ്റ പരീക്ഷ മാത്രമാണുള്ളത്. അതൊക്കെ കൊണ്ടാണ് കേരളത്തിലെ ഉദ്യോഗാർത്ഥി സമൂഹം LD ക്ലർക്ക് പരീക്ഷയെ വളരെ താല്പര്യപൂർവ്വം കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് തയ്യാറെടുത്ത് തുടങ്ങുന്ന, അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ശ്രമിക്കാൻ തുടങ്ങുന്ന ഒരാളുടെ മനസ്സിനകത്തോട്ട് ഒരുപാട് സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സംശയം, ശരാശരിക്കാരനായിട്ടുള്ള എന്നെ പോലുള്ള ഒരാൾക്ക് ഈ പരീക്ഷ എഴുതി ജയിക്കാനായി കഴിയുമോ എന്നുള്ളതാണ്. രണ്ടാമത്തത് വേറൊരു വിഭാഗക്കാരുടെ സംശയമാണ്. ഞാനിപ്പോൾ ജീവിത നിവൃത്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചു വരുന്ന ഒരാളാണ്, പ്രൈവറ്റായിട്ടൊരു ജോലി ചെയ്തു വരുന്നയാളാണ്. അങ്ങനെയുള്ള എനിക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാനുള്ള സമയം കിട്ടുമോ എന്നുള്ളതാണ്. ഇനി ഞാനൊരു വീട്ടമ്മയാണ്, കുറച്ച് കാലമായിട്ട് ടച്ചൊക്കെ വിട്ട് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ഈ പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് സാധിക്കുമോ? പിന്നെ ഞാൻ എത്ര സമയമാണ് ഒരു ദിവസം പഠിക്കേണ്ടത്? എത്രത്തോളം ആഴത്തിലാണ് പഠിക്കേണ്ടത്? ഞാൻ എവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങേണ്ടത്? ഞാൻ എവിടെയാണ് പഠിച്ച് നിർത്തേണ്ടത്? അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന ആരുടെയും ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ ആ സംശയങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങി കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഈ സംശയങ്ങൾ ഇങ്ങനെ കലശലായി വർദ്ധിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ പഠിത്തം നിർത്തി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സംശയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം വേണം. ഈ പരീക്ഷയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവബോധം വേണം. കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ കൃത്യമായ ഒരു ലക്ഷ്യം ഉണ്ടാക്കിക്കൊണ്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചു മുന്നേറാനായിട്ട് സാധിക്കും. അതിന് ഞങ്ങൾ നിങ്ങളെ തീർച്ചയായിട്ടും പല രീതിയിൽ സഹായിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഓരോരോ സംശയങ്ങൾ നമുക്ക് നോക്കാം. അതിലാദ്യം നിങ്ങൾ പറഞ്ഞത് ഞാനൊരു ശരാശരി ഉദ്യോഗാർത്ഥിയാണ്, അപ്പോൾ എനിക്ക് ഈ പരീക്ഷ എഴുതി ജയിക്കാനായി സാധിക്കുമോ എന്നുള്ളതാണ് നിങ്ങളുടെ സംശയം. അങ്ങനെ ഒരു സംശയം വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ വലിയ ഈ പറഞ്ഞ ബിരുദങ്ങളൊക്കെ നേടിയിട്ടുള്ള അക്കാഡമിക് ബ്രില്യൻസ് ധാരാളമുള്ള ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ ഒരു SSLC-കാരനായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു +2 യോഗ്യത മാത്രമുള്ള എനിക്ക് ഈ പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിനകത്ത് തെറ്റ് പറയാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ യോഗ്യത SSLC ആണോ +2 ആണോ MTech ആണോ എന്നുള്ളതൊന്നുമല്ല ഇവിടെ ഈ പറഞ്ഞ വിലയിരുത്തപ്പെടുന്നത്. ഈ പരീക്ഷയുടെ തലം എന്താണ്? 10ാം ക്ലാസ് തലമാണ്. 10ാം ക്ലാസ് തലത്തിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ ഇവിടെ ആര് വന്നാലും ഏതിൽ നിന്നാണ് തുടങ്ങേണ്ടത്? 0-ൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഇത്രയും കാലം നിങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ അതുപോലെ ചോദിക്കുന്ന പരീക്ഷയല്ല. ഇവിടെ ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള പരീക്ഷയല്ല. അപ്പോൾ ഒരാൾ BTech ആയിരിക്കും, അയാൾ പഠിച്ച കാര്യം വേറെയാണ്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ പരീക്ഷ നന്നായി എഴുതി ജയിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. അത് +2 യോഗ്യതയുള്ള ഒരാളാണെങ്കിലും MTech യോഗ്യതയുള്ള ഒരാളാണെങ്കിലും തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. 1-2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1-2 മാസം കൊണ്ട് ആരും ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ച് പൂർണ്ണതയിലോട്ട് എത്തുന്നില്ല.
അപ്പോൾ ഇതിന് സ്ഥിരമായിട്ട് കുറച്ച് കാലം ഇതിൻ്റെ പിറകിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഒരു 7-8 മാസം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പരീക്ഷയുടെ പിറകിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നിൽക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ആ ഒരു മനോനിലയാണ് ഇതിനകത്ത് പ്രധാനം. അല്ലാതെ നിങ്ങളുടെ യോഗ്യതയല്ല, നിങ്ങൾ +2 ആണോ, നിങ്ങൾ M.Tech ആണോ എന്നുള്ളതൊന്നും ഇതിനകത്തൊരു ഘടകമല്ല. അപ്പോൾ യോഗ്യതയെക്കാളും പ്രധാനപ്പെട്ട കാര്യം ഒരു 7-8 മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പരിശീലനത്തിൽ ഏർപ്പെടാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ, ക്ഷമയുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അതിനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കുമെങ്കിൽ ഈ പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് സാധിക്കും എന്ന് ഉറപ്പ് പറയാനായിട്ട് പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരാൾ ചോദിക്കുന്നത് ഇതാണ്, ജീവിത ആവശ്യങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സമയം പഠിക്കാനായിട്ട് കിട്ടത്തില്ല, വളരെ കുറച്ച് സമയമേ കിട്ടത്തുള്ളൂ. ആ സമയത്തിനകത്ത് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് LD ക്ലർക്ക് പരീക്ഷയുടെ കാര്യമാണ്. LD ക്ലർക്ക് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞ് മാത്രമാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു 7-8 മാസത്തോളം നിങ്ങൾക്ക് സമയമുണ്ടാവും, ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള സമയമുണ്ടാവും. അപ്പോൾ ഒരു ദിവസം 2-3 മണിക്കൂർ വീതം മാറ്റി വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഉദ്യോഗം നേടിയെടുക്കാനായിട്ട് പറ്റും. വെറുതെ പറയുന്നതല്ല, കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് പറയുന്നത്. ഒരു ദിവസം 2-3 മണിക്കൂർ ആത്മാർത്ഥമായിട്ട് പഠിക്കാനുള്ള ഒരു മനസ്സ് മാത്രം ഇതിനകത്ത് ഉണ്ടായാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു വീട്ടമ്മയാണ് എന്ന് പറയുന്നു, ടച്ച് വിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നു, അല്ലേ? ടച്ച് വിട്ട് തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. അതായത് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ, വിദ്യാഭ്യാസത്തിൻ്റെ ഒരു തലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലരും പല മേഖലകളിലോട്ട് മാറിപ്പോകും. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മേഖലയാണ്. എല്ലാവരും ആദ്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 0-യിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളൊരു വീട്ടമ്മയാണ് എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടുമെന്നാണ് അർത്ഥം, അല്ലേ? വീട്ടിലെ കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം കുറച്ചുകൂടി സ്വസ്ഥമായിട്ട് കാര്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു വീട്ടമ്മയാണ് ടച്ച് വിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എല്ലാവരും ടച്ച് വിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നേന്ന് തുടങ്ങണം, ആരായാലും ഒന്നേന്ന് തുടങ്ങണം. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഒന്നേന്ന് തുടങ്ങിയേ പറ്റൂ, 0-ൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ വീട്ടമ്മയാണോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ എന്നുള്ളതൊന്നും ഇവിടുത്തെ വിഷയമല്ല. നിങ്ങൾക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം കിട്ടും. അപ്പോൾ ആ സമയം കൂടി ഉപയോഗപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ചിലർ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ എവിടെ നിന്നാണ് പഠിച്ച് തുടങ്ങേണ്ടത്, അല്ലേ? ഞാൻ എവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങേണ്ടത്? സാധാരണഗതിയിൽ നമ്മളൊരു പരീക്ഷയ്ക്ക് ഒരു പുസ്തകമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ, പഠിക്കാൻ ഒരു പുസ്തകമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പേജ് മുതൽ വായിച്ചു തുടങ്ങും, അവസാനത്തെ പേജ് വരെ വായിക്കും. ആദ്യത്തെ പേജ് മുതൽ വായിച്ച് അവസാനത്തെ പേജിൽ തീരുമ്പോഴാണ് ആ പുസ്തകം പഠിച്ചു തീർന്നു എന്ന് നമ്മൾ പറയുന്നത്. ആ ഒരു രീതിയിലല്ല ഈ പറഞ്ഞ PSCയുടെ പഠനം. ഇവിടെ നമുക്കൊരു സിലബസ് ഉണ്ട്. ആ സിലബസിനകത്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ പഠിക്കാനായിട്ട് തന്നിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്നുള്ള മാർക്ക് എല്ലായിടത്തും ഒരുപോലെയല്ല. ചിലയിടത്തുനിന്ന് 2 മാർക്കിന് ചോദ്യം ഉണ്ടാവുള്ളൂ, ചിലയിടത്തുനിന്ന് 1 മാർക്കിന് ചോദ്യം ഉണ്ടാവും, ചിലയിടത്തുനിന്ന് 20 മാർക്കിന് ചോദ്യം ഉണ്ടാവും, അല്ലെ? ചിലയിടത്തുനിന്ന് 15 മാർക്കിന് ചോദ്യം ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പഠിക്കാൻ തുടങ്ങും എന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം പഠിക്കാൻ തുടങ്ങുമ്പോൾ എപ്പോഴും ഏറ്റവും കൂടുതൽ മാർക്ക് ഉള്ള ഏരിയയിൽ നിന്ന് വേണം പഠിക്കാനായിട്ട് തുടങ്ങേണ്ടത്. മാർക്ക് കുറഞ്ഞ ഏരിയ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പോൾ മാർക്ക് കൂടിയ ഏരിയ, ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏരിയ ഏതാണ്, ടോപ്പിക് ഏതാണ്, അവിടെ നിന്ന് വേണം നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 3-4 മാസമൊക്കെ കഴിയുമ്പോൾ പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റുന്ന ഒരു തലത്തിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടാവും. ശരിക്കും ആ പറഞ്ഞ കാര്യം മനസ്സിലാക്കാതെ എവിടെ നിന്നെങ്കിലും തുടങ്ങിയാൽ നിങ്ങൾക്ക് ആ സ്ഥലത്തോട്ട് എത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എവിടെയൊക്കെയാണ് മാർക്ക് കൂടുതലുള്ളത്, ഏതൊക്കെയാണ് ആദ്യം പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് ആദ്യം ഒഴിവാക്കേണ്ടത് പോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. അപ്പോൾ ഞാൻ ഇപ്പോൾ അഡ്രസ്സ് ചെയ്ത കാര്യം ഇതാണ്, എങ്ങനെ പഠിക്കാൻ തുടങ്ങണം. പണ്ട് നിങ്ങൾ സ്കൂളിലോ കോളേജിലോ പഠിച്ചതുപോലെ അല്ല, ആദ്യത്തെ പേജ് മുതൽ ആദ്യത്തെ അധ്യായം മുതൽ പഠിച്ചു പോകുന്ന ഒരു രീതിയല്ല ഇവിടെയുള്ളത്. അത് ടോപ്പിക്കിനനുസരിച്ചാണ്, മാർക്കിനനുസരിച്ചാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതെന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിശദീകരിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ചില ആൾക്കാർ ചോദിക്കുന്നത്, എത്ര സമയം വേണം ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചെടുക്കാൻ, എത്ര സമയം വേണം എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാനായിട്ട് പറ്റത്തില്ല. അത് പേഴ്സൺ ടു പേഴ്സൺ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മാത്സ് അറിയാവുന്ന ഒരാളാണ്,
പരീക്ഷയ്ക്ക് 10 മാർക്കിന് മാത്സ് ഉണ്ട്, മാത്സ് അറിയാവുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ സമയം കുറച്ച് മതി അല്ലേ. നിങ്ങളൊരു സയൻസ് ഗ്രാജുവേറ്റ് ആണ്, മാത്സും അറിയാം സയൻസും അറിയാം, അതിനകത്ത് പരിചയമുണ്ട്, അങ്ങനെയാണെങ്കിൽ പഠിക്കാനുള്ള സമയം കുറച്ച് മതി. നിങ്ങൾ ചരിത്രം, ജോഗ്രഫി പോലുള്ള കാര്യങ്ങളിൽ അറിവുള്ള ഒരാളാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും സമയം കുറച്ച് മതി. അപ്പോൾ ഇത് പേഴ്സൺ ടു പേഴ്സൺ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. എന്തായാലും ശരാശരി ഒരു ദിവസം 3 മണിക്കൂർ വീതമെങ്കിലും പഠിക്കുന്ന ഒരാൾക്ക് 2-3 മാസത്തിനകത്ത് പരീക്ഷയെക്കുറിച്ചുള്ള നല്ലൊരു ബോധമുണ്ടാവും. ഒരു 3 മാസം കൊണ്ട് നല്ലൊരു ബോധത്തിലെത്താനായിട്ട് പറ്റും. അടുത്ത 4-5 മാസം കൊണ്ട് പൂർണ്ണമായിട്ടും അത് പരീക്ഷ ജയിക്കുന്ന ബോധത്തിലോട്ട് മാറാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ പരീക്ഷാ ബോധം കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. ഒരു പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള ഒരു ശീലം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. ആ ശീലത്തിലോട്ട് വരാൻ ഏറ്റവും കുറഞ്ഞത് ഒരു 3 മാസം എടുക്കും. അത് കഴിഞ്ഞിട്ടുള്ള സമയം, എത്രത്തോളം സമയം നിങ്ങൾ വിനിയോഗിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മിനിമം 3-ൽ നിന്ന് തുടങ്ങാം. 3 മുതൽ 8 മാസം വരെ ഈ പരീക്ഷയ്ക്ക് പഠിച്ചെടുക്കാനായിട്ട് സമയം വേണം, ദിവസം 3 മണിക്കൂറെങ്കിലും ചെലവഴിക്കുന്ന ഒരാൾക്ക്. ഇനി എത്രത്തോളം ആഴത്തിൽ പഠിക്കണം? ചിലർ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ പറഞ്ഞ പരീക്ഷയുടെ തലം പറഞ്ഞല്ലോ, SSLC ആണ് യോഗ്യത. അപ്പോൾ SSLC തലം വരെ പഠിക്കണം. ആ പറഞ്ഞ് സാധാരണ ഓരോ വിഷയങ്ങളും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോഴും നിലവിൽ 10ാം ക്ലാസ്സിനകത്ത് പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നത് പോലെ ആ ഒരു തലം വരെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ അങ്ങനെ ചോദിച്ചതിന് പിന്നിൽ വേറെ ചില കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഈ അടുത്ത കാലത്ത് ചില പരീക്ഷകളൊക്കെ നടന്നപ്പോൾ +1 പുസ്തകത്തിൽ നിന്നും +2 പുസ്തകത്തിൽ നിന്നുമൊക്കെ ചില ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു അല്ലേ. LGS പോലുള്ള 10ാം തരത്തിലുള്ള പരീക്ഷയൊക്കെ അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ സംശയം ചോദിച്ചത്. നമുക്ക് നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് 100 മാർക്കിനാണ്. 100 മാർക്കിനുള്ള ഒരു പരീക്ഷയിൽ 4-5 ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് ഒരു കാരണവശാലും നന്നായിട്ട് പഠിച്ചു വരുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ ബാധിക്കത്തില്ല. നമുക്കിപ്പോൾ ക്ലർക്ക് പരീക്ഷ, ആ പരീക്ഷ ജയിക്കാൻ വേണ്ട ശരാശരി മാർക്കാണ് പറയുന്നത് 55-60 മാർക്കാണ്. 55-60 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ കട്ട് ഓഫിനകത്ത് വരും. അങ്ങനെയുള്ളപ്പോൾ ഈ 4-5 ചോദ്യങ്ങൾ വേറെ ചോദിച്ചത് കൊണ്ട് നിങ്ങളുടെ വിജയ സാധ്യതയെ അതൊരു കാരണവശാലും തകിടം മറിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഏത് പരീക്ഷയാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ചോദ്യങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്കുണ്ടായിരിക്കും. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടല്ല ഒരാൾ പരീക്ഷയ്ക്ക് തോറ്റുപോകുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് തോറ്റുപോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എഴുതുന്ന നിങ്ങൾക്ക് അറിയാമായിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ തെറ്റായി രേഖപ്പെടുത്തുമ്പോഴാണ്. എയിൽ കറുപ്പിക്കാനുള്ളത് മറിച്ച് എവിടെ കറുപ്പിച്ചു? ബിയിൽ കറുപ്പിച്ചു. അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന, സാധാരണ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ചില ചോദ്യങ്ങൾ നിങ്ങൾ തെറ്റിക്കുമ്പോൾ ആ കിട്ടേണ്ട മാർക്ക് കിട്ടാതെ പോകുമ്പോഴാണ് ഭൂരിപക്ഷം ആൾക്കാരും തോറ്റുപോകുന്നത്. അല്ലാതെ ഈ പറഞ്ഞ ഔട്ട് ഓഫ് സിലബസ് 4-5 ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഈ സംശയങ്ങൾ, ആ സംശയങ്ങളെല്ലാം പ്രാധാന്യമുള്ളതാണ്. അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷം പഠിക്കാനിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഗഹനമായിട്ട് ആലോചിക്കുക, അങ്ങനെ പരീക്ഷ എഴുതി പരിചയമുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഞാൻ പഠിക്കാൻ തുടങ്ങേണ്ടത് അല്ലേ, അത് വിശദീകരിക്കാമെന്ന് പറഞ്ഞു. ഒരു പരീക്ഷയ്ക്ക് പഠിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? ആ പരീക്ഷയുടെ സിലബസാണ്. ഏത് PSC പരീക്ഷയ്ക്കാണെങ്കിലും ഒരു സിലബസ് ഉണ്ടാവും. ആ സിലബസ് എന്ന് പറയുമ്പോൾ വെറുതെ പറഞ്ഞിരിക്കുന്ന ഒരു സിലബസ് അല്ല. കണക്ക്, ഇംഗ്ലീഷ്, മലയാളം, പൊതുവിജ്ഞാനം എന്നൊന്നും അല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. കണക്ക് എന്ന് പറയുമ്പോൾ കണക്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചുകൊണ്ട് വരേണ്ടതെന്ന് പറയും. അവിടെ പേഴ്സൻറ്റേജ്, ശതമാനം പഠിക്കണം, ലാഭനഷ്ടം പഠിക്കണം, പലിശ പഠിക്കണം, കൂട്ടുപലിശ പഠിക്കണം, കൃത്യംഗ നിയമങ്ങൾ പഠിക്കണം. ഇങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ട് തന്നിരിക്കും. മാനസിക ശേഷി പരിശോധന, മെൻ്റൽ എബിലിറ്റി, അവിടെ എന്ത് പഠിക്കണം? കലണ്ടർ പഠിക്കണം, ക്ലോക്ക് പഠിക്കണം, ശ്രേണികൾ പഠിക്കണം. ഇങ്ങനെ ഈ പറഞ്ഞ് വ്യക്തമായിട്ട് സിലബസ് തന്നിട്ടുണ്ടാവും. മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും അത് ചരിത്രമായാലും ഭൂമിശാസ്ത്രമായാലും എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവണം. ഇപ്പോൾ ഉദാഹരണത്തിന് കണക്ക് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, മലയാളം പഠിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. കണക്കിൽ എന്തൊക്കെ പഠിക്കണം അല്ലേ? കണക്കിൽ നിന്ന് നമുക്ക് 10 മാർക്കിന് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ കണക്കിൽ നിന്ന് എന്താണ് ഞാൻ പഠിക്കേണ്ടത്, ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ വേണം.
അത് എന്താണ് PSCയുടെ സിലബസ് ഉണ്ട്. LD ക്ലർക്ക് പരീക്ഷയുടെ സിലബസ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് അതിനകത്തുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് നോക്കി ഈ പറഞ്ഞ ധാരണ ഉണ്ടാക്കി പഠിക്കാനായിട്ട് തുടങ്ങാം. എത്രത്തോളം സിലബസിനെ നിങ്ങൾ നന്നായി അടുത്തറിയുന്നുവോ അത്രത്തോളം നിങ്ങളുടെ പരീക്ഷ ലളിതമായിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്കത് ബോധ്യപ്പെടും. എത്രത്തോളം നിങ്ങൾ സിലബസിനെ പരിചയപ്പെടുന്നുവോ അത്രത്തോളം നിങ്ങളുടെ പഠനഭാരം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ പരീക്ഷ ജയിക്കാനുള്ള ചാൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ ഈ നിങ്ങൾക്ക് ഒരു ഉദാഹരണ സഹിതം പറഞ്ഞു തരാം. അപ്പോൾ അതാണ് അതിനകത്തുള്ള കാര്യം. അപ്പോൾ സിലബസ് പരിചയപ്പെടുക അല്ലേ. നമുക്കതാ ഈ സിലബസിലോട്ട് വരാം. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം എന്താണ്? എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം അല്ലെ? അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് നമ്മുടെ പരീക്ഷയിൽ ഈ പറഞ്ഞ ലഘുഗണിതം, അതായത് മാത്സ് എന്ന് പറയും, മാനസിക ശേഷി പരിശോധന, മെൻ്റൽ എബിലിറ്റി എന്ന് പറയും, ഈ ഭാഗത്ത് നിന്ന് എത്ര ചോദ്യങ്ങളാണുള്ളത്? 10 മാർക്കിന് ചോദ്യങ്ങളാണുള്ളത്. എന്ന് പറഞ്ഞാൽ ലഘുഗണിത ഭാഗത്ത് നിന്ന് 5 മാർക്കിന് ചോദ്യം ഉണ്ടാവും. മാനസിക ശേഷി പരിശോധന ഭാഗത്ത് നിന്ന് 5 മാർക്കിന് ചോദ്യങ്ങളുണ്ടാവും അല്ലെ. മാനസിക ശേഷി പരിശോധന എന്ന് പറഞ്ഞാൽ മാത്സ് അല്ല. അപ്പോൾ മാത്സിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുടെ എണ്ണം 5 ആണ് അല്ലെ. അപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന ഒരാളാണെങ്കിലും എങ്ങനെ പോയാലും ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു 4 മാർക്ക് 5 മാർക്ക് വരെയൊക്കെ നേടിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ 10ൽ 4ഓ 5ഓ കിട്ടിയാൽ പോരാ, കുറച്ചുകൂടി മാർക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റണം. അതായത് ഈ 5 മാർക്കിനെ അല്ലെങ്കിൽ 4 മാർക്കിനെ ഒരു 8 മാർക്കാക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ ടാസ്ക്. അതിനാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ 4-5 മാസം ഉണ്ടെന്ന് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും സാധിക്കും. എങ്ങനെയാണ് ശതമാനം, എങ്ങനെയാണ് ലാഭനഷ്ടം, എങ്ങനെയാണ് പലിശ, ഇതൊക്കെ കാണുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ 4 മാർക്കിനെ നമുക്കൊരു 8ഓ 9ഓ മാർക്കാക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും. കണക്ക് പഠിച്ചില്ലെങ്കിൽ പോലും ഒരു 4-5 മാർക്ക് കിട്ടുന്ന സാഹചര്യം ഇവിടെയുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ജനറൽ ഇംഗ്ലീഷ്. സാധാരണ PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അല്പം ടാസ്ക് പിടിച്ച ഒരു കാര്യമാണ് ജനറൽ ഇംഗ്ലീഷ്. നിങ്ങളിപ്പോൾ പോയി പരീക്ഷ എഴുതിയാൽ 2ഓ 3ഓ മാർക്കേ കിട്ടത്തുള്ളൂ. പക്ഷേ അതിന് ഒരു 8 മാർക്കാക്കിയിട്ട് മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ജനറൽ ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് 10 മാർക്കാണ്. അവിടെ ഒക്കാബുലറി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 5 മാർക്ക്, ഗ്രാമർ ഭാഗത്തുനിന്ന് 5 മാർക്ക്. അപ്പോൾ ഇത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ ടാസ്ക്. അതൊക്കെ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വരുന്ന കാലങ്ങളിലെ വീഡിയോകളിൽ വിശദമാക്കാം. അതായത് നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ അതിനോടൊപ്പം ആസ്ഥ അക്കാഡമിയുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതിൽ പേടിക്കണ്ട, 10 മാർക്കാണ്. പ്രാദേശിക ഭാഷ മലയാളം, ആ ഭാഗത്തു നിന്നുള്ള മാർക്ക് എത്രയാണ്? 10 ആണ്. അപ്പോൾ ഈ പറഞ്ഞ 3 ടോപ്പിക്കിൽ നിന്നായിട്ട് 30 മാർക്കുണ്ട് അല്ലേ. അപ്പോൾ 100 മാർക്കിൻ്റെ ചോദ്യപേപ്പർ, ആ ചോദ്യപേപ്പറിൽ 30 ചോദ്യങ്ങളും ഇതാണ്. ഈ 30 ചോദ്യങ്ങളിൽ ഒരു 25 മാർക്ക് അല്ലെങ്കിൽ ഒരു 26 മാർക്ക് നേടാൻ പറ്റുന്ന വിധത്തിൽ, 24-26 മാർക്ക് നേടാൻ പറ്റുന്ന വിധത്തിൽ വളരുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. ഇവിടെ ഒന്നും കാണാതെ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. ഈ ഭാഗത്ത് ഒരു 10-24 മാർക്ക് 25 മാർക്ക് നേടാൻ പറ്റുന്നതായിട്ട് മാറിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഉദ്യോഗാർത്ഥിയായിട്ട് നിങ്ങൾക്ക് ഒരു 3 മാസം കൊണ്ട് മാറാനായിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പരീക്ഷയുടെ പകുതി ഭാഗം പിന്നിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വേറെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സാധാരണ വിചാരിക്കുന്ന PSC പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ നോളജ് എന്നാണ് അല്ലേ. അപ്പോൾ 30 മാർക്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ ഒന്നുമില്ല. ഈ പറഞ്ഞ കാര്യം പരിചയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് പഴയ ചോദ്യപേപ്പറുകളെ ആശ്രയിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ശരിക്കും ഉപയോഗപ്പെടുന്നത് ഈ പറഞ്ഞ കാര്യത്തിൽ മാത്രമാണ്. പൊതുവിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് ഗുണപ്പെടത്തില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അത് പരിശീലിച്ചുകൊണ്ട് ഒരു 10-25 മാർക്കിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. ആ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകാം. ഇനി അടുത്ത നോക്ക്, കറണ്ട് അഫയേഴ്സ് അല്ലേ. കറണ്ട് അഫയേഴ്സ് ഒരാൾക്കും കറണ്ട് അഫയേഴ്സ് നേരത്തെ പഠിക്കാൻ പറ്റത്തില്ല. അതായത് ഇനിയിപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നത് 2027 2027 ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലെയൊക്കെ കറണ്ട് അഫയേഴ്സ് ഈ പരീക്ഷയ്ക്ക് ചോദിക്കും. അതിപ്പോൾ പഠിക്കാനായിട്ട് ഒരു കാരണവശാലും പറ്റത്തില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള കാര്യങ്ങളെ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനിയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷമേ പഠിക്കാനായിട്ട് പറ്റുള്ളൂ. കറണ്ട് അഫയേഴ്സ് ഭാഗത്തുള്ള ചോദ്യങ്ങളുടെ എണ്ണം എത്ര? 20 ചോദ്യങ്ങളാണ്. 20 ചോദ്യങ്ങൾ. എന്ത് മനസ്സിലായി? ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് 50 മാർക്കിനെ കുറിച്ചാണ് അല്ലേ. ഈ പരീക്ഷയിലെ 50 മാർക്കും ഏതൊക്കെ ഭാഗത്ത് നിൽക്കുന്നു? ജനറൽ ഇംഗ്ലീഷ്, അതുപോലെ മാത്സ്, പ്രാദേശിക ഭാഷ മലയാളം,
കറണ്ട് അഫയേഴ്സ്. ഇത്രയും സ്ഥലത്ത് പരീക്ഷയുടെ 50 മാർക്കുണ്ട്. ഈ 50 മാർക്ക് വേണം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു എവിടെ മുതൽ പഠിക്കാൻ തുടങ്ങണമെന്ന്. ഇവിടെ മുതലാണ് നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങേണ്ടത്. ഈ 50 മാർക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ആദ്യം പഠിക്കാനായിട്ട് തുടങ്ങണം. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തത് ജനറൽ സയൻസ് ആണ്. ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇപ്പോഴും 10ാം ക്ലാസ് വരെ കുട്ടികൾ പഠിക്കുന്ന ഈ പറഞ്ഞ ജനറൽ സയൻസ് വേഗത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് എന്ന് പറയുമ്പോൾ 14-15 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. അപ്പോൾ ആ കുഞ്ഞിന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും 20 വയസ്സുള്ള ഒരാൾക്ക്, അല്ലേ, 25 വയസ്സുള്ള 30 വയസ്സുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. അതിനകത്തുള്ള തലച്ചോറിൻ്റെ വളർച്ചയൊക്കെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ വലിയ പേടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളില്ല. ജനറൽ സയൻസ് ഐ ടി എന്ന് പറയുമ്പോൾ സാധാരണ കമ്പ്യൂട്ടർ പരിജ്ഞാനമാണ്. അപ്പോൾ ആ ഭാഗത്തു നിന്ന് 15 ചോദ്യങ്ങളാണുള്ളത്. അപ്പോൾ ഇത്രയും ആകുമ്പോഴേക്കും ഈ പരീക്ഷയുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് എത്രയായി നോക്ക്, 65 മാർക്കായി. ഈ 65 മാർക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളൊരു 3-4 മാസം പഠിച്ചാലും കുഴപ്പമില്ല. ഈ 65 മാർക്കിൽ ഒരു 19 മാർക്ക് കിട്ടുന്ന വിധത്തിലോട്ട് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, ഒരു 50 മാർക്കെങ്കിലും കിട്ടുന്ന വിധത്തിലോട്ട് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഈ പരീക്ഷ ജയിക്കും. നോക്ക്, ഇവിടെ വേറൊരു കാര്യവും പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ രീതിയിലാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പരീക്ഷയുടെ 65 മാർക്ക് കിടക്കുന്നതും ഇവിടെയാണ്. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഏതാണ്? ജനറൽ സയൻസ്. ജനറൽ സയൻസ് മാത്രമാണ് പഠിക്കാനായിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഇനി വരുന്നതും പഠിക്കണം. അപ്പോൾ ഈ പറഞ്ഞ അത് തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തു പോകേണ്ട കാര്യമാണ്. ദിവസവും ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ടാവും. ആ വാർത്തകളൊക്കെ ശ്രദ്ധിച്ച് നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ച് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അതിപ്പോൾ മുതൽ തുടങ്ങണം. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ് നിങ്ങൾ പരീക്ഷ വരെ അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ 20 മാർക്ക് കിട്ടിക്കോളും. ജനറൽ സയൻസ് ഇന്നു മുതൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തുടങ്ങാം. ഏത് പുസ്തകം എടുത്ത്, അപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഇതാണ്, എവിടെ നിന്ന് തുടങ്ങണം? ഇന്നു മുതൽ നിങ്ങൾക്ക് ജീവശാസ്ത്രം പഠിച്ചു തുടങ്ങാം. ഇന്നു മുതൽ ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ചു തുടങ്ങാം. ഇന്നു മുതൽ IT പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇത്രയും ആകുമ്പോഴേക്കും എത്ര മാർക്കായി? 65 മാർക്കായി. അപ്പോൾ ഈ മാർക്കിനകത്ത് ഒരു 50-55 മാർക്ക് കിട്ടും എന്നുള്ള ഒരു തലത്തിലോട്ട് നിങ്ങൾ വളരണം. അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ഇനി അത് കഴിഞ്ഞിട്ട് പഠനത്തിൻ്റെ 2ാമത്തെ ഘട്ടത്തിലോട്ട് വരും. പഠനത്തിൻ്റെ 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഉയർന്ന റാങ്കിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠനത്തിലോട്ടാണ് വരുന്നത്. ഇപ്പോൾ 65 മാർക്കിന് പഠിക്കുമ്പോഴേക്കും നമ്മൾ ഏതാണ്ട് കട്ട് ഓഫിനകത്ത് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ കട്ട് ഓഫിനകത്ത് എത്തിയിട്ട് കാര്യമില്ല, കുറച്ചുകൂടി ഉയർന്ന റാങ്ക് കിട്ടണം, അല്ലേ? കുറച്ചുകൂടി ഉയർന്ന റാങ്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടന. പഠിക്കുന്നത് കൊണ്ട് ഒരു ദോഷവുമില്ല, വർത്താണ്. PS നടത്തുന്ന ഏത് പരീക്ഷയ്ക്കും ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ്. ഏത് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പരീക്ഷ നടത്തിയാലും ഭരണഘടന എന്നുള്ള ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാവും. അപ്പോൾ അത് 5 മാർക്കിനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ വിവരാവകാശ നിയമം, മനുഷ്യാവകാശ നിയമം, പോക്സോ നിയമം, മുതിർന്ന പൗരന്മാരെ സംബന്ധിക്കുന്ന നിയമം, അങ്ങനെ കുറച്ച് നിയമങ്ങളുണ്ട്. അത് നിയമമായിട്ട് തന്നെ പഠിക്കണം. ആസ്ഥ അക്കാഡമി അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ചെയ്തത് യൂട്യൂബിനകത്തുണ്ട്. അതൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഇന്ത്യൻ ഭരണഘടന അതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിനകത്തുണ്ട്. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. 5 മാർക്ക്. എത്രയാണ്? 5 മാർക്ക്. സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. ഇതൊക്കെ പഠിക്കാനായിട്ട് ഒരാഴ്ച കൂടുതൽ വേണ്ട. സിസ്റ്റമാറ്റിക് ആയിട്ടിരുന്ന് പഠിക്കാമെങ്കിൽ ഇന്ത്യൻ ഭരണഘടന പഠിച്ചു തീർക്കാൻ ഒരാഴ്ച വേണ്ട. അതുപോലെ സുപ്രധാന നിയമങ്ങൾ പഠിച്ചെടുക്കാൻ ഒരാഴ്ച വേണ്ട. 10 ദിവസം കൊണ്ട് ഒന്ന് ആത്മാർത്ഥമായി ശ്രമിച്ചാൽ 10 ദിവസം കൊണ്ട് ഈ 10 മാർക്കിൻ്റെ കാര്യം പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് ധനതത്വശാസ്ത്രം, എക്കണോമിക്സും ഇതുപോലെയാണ്. 5 മാർക്കുണ്ട്. കേരളം ഭരണരംഗം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതും ഇതുപോലെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ 65 മാർക്കിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് വരേണ്ടത് ഈ 20 മാർക്കിലോട്ടാണ്. അപ്പോൾ നിങ്ങൾ 85 മാർക്ക് കവർ ചെയ്തിട്ടുണ്ടാവും കുറച്ച് സമയത്തിനകത്ത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ ഈ പരമാവധി വേണ്ടത് ഒരു 4 മാസമാണ്. കറണ്ട് അഫയേഴ്സിൻ്റെ ടാസ്ക് അങ്ങനെ കിടക്കും, അത് പരീക്ഷ വരെ ഉണ്ടാവും. പക്ഷേ ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് വേണ്ടത് എത്ര മാസമാണ്? 4 മാസമാണ്. അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു എത്ര സമയം കൊണ്ട് ഈ പരീക്ഷയ്ക്ക് പഠിച്ചു തീർക്കാൻ പറ്റും, അല്ലേ? ഇപ്പോൾ നല്ല രീതിയിൽ ഒരു റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നു മുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ രീതിയിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എത്ര മാസം മതി? ഒരു 4 മാസം കൊണ്ട് ഇത് പൂർത്തിയാവാം. അപ്പോൾ 65ഉം 20ഉം 85
മാർക്കായി. ഇനി അത് കഴിഞ്ഞിട്ട് 15 മാർക്കുണ്ട്. അത് പരീക്ഷയുടെ അവസാന ഘട്ടത്തിലാണ്. ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷം മാത്രമാണ് അതിനകത്തോട്ട് വരേണ്ടത്. അതിലാദ്യം പഠിക്കേണ്ടത് കലാസാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഭാഗമാണ്. കേരളത്തിലെ കലകളെക്കുറിച്ച്, കേരളത്തിലെ സാഹിത്യകാരന്മാരെക്കുറിച്ച്, കേരള സംസ്കാരത്തെക്കുറിച്ച് ഒക്കെയാണ് പഠിക്കേണ്ടത്. ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുടെ എണ്ണം 5 അപ്പം ഞാൻ ഈ പറയുന്ന ക്രമത്തിൽ തന്നെ പഠിക്കണം. കലാസാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്ത് എത്ര ചോദ്യങ്ങളാണുള്ളത്? 5 ചോദ്യങ്ങളാണുള്ളത്. പഠിച്ചു തീർക്കാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ പൂർണ്ണമായിട്ട് ആ ഭാഗത്ത് നമുക്ക് മാർക്ക് കിട്ടത്തില്ല. 5 മാർക്കിന് നമ്മൾ പഠിച്ചു തീർത്താൽ തന്നെയും അവിടെ എന്ത് വേണോ ചോദിക്കാം എന്നുള്ളത് കൊണ്ട് മാർക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ 2 or 3 മാർക്കേ അവിടെ നിന്ന് കിട്ടിയേക്കൂ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ സാധനം അവസാനം പഠിക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അത് എപ്പോഴാണ്? ഈ പറഞ്ഞ 85 മാർക്കിന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് പഠിക്കേണ്ടത് കലാസാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഭാഗമാണ്. 5 മാർക്ക്. അത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തുടങ്ങാം. ചരിത്രമോ ഭൂമിശാസ്ത്രമോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിൽ തുടങ്ങാം. അവിടെ എത്ര മാർക്കാണുള്ളത്? 10 മാർക്കാണുള്ളത്. ചരിത്രത്തിൽ നിന്ന് 5 മാർക്ക്, ഭൂമിശാസ്ത്രത്തിൽ നിന്ന് 5 മാർക്ക്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചു എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. അവസാനിപ്പിക്കേണ്ടത് ചരിത്രത്തിലോ ഭൂമിശാസ്ത്രത്തിലോ ആണ്. കടൽ പോലെ പഠിക്കാൻ കിടക്കുന്ന ഭാഗമാണ്. ഒരാളും ഈ ഭാഗം പഠിച്ചു തീർത്തുകൊണ്ട് പരീക്ഷയ്ക്ക് പോകത്തില്ല. ചരിത്രം എന്ന് പറയുമ്പോൾ കേരള ചരിത്രം പഠിക്കണം, ഇന്ത്യ ചരിത്രം പഠിക്കണം, ലോക ചരിത്രം പഠിക്കണം. ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോഴോ കേരള ഭൂമിശാസ്ത്രം, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, ലോക ഭൂമിശാസ്ത്രം, ഇതെല്ലാം ഈ പറഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി പഠിക്കണം. ഈ പഠിക്കുന്ന സമയമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 20 മാർക്കിൻ്റെ ഭാഗം പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. ആ 20 മാർക്കിൻ്റെ ഭാഗം ഇതും പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്ന സ്ഥലമാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഈ പറഞ്ഞ PSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും ഏറ്റവും കൂടുതൽ സമയം ആദ്യം മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് രണ്ടുമാണ്. 10 മാർക്കിൻ്റെ കാര്യമാണ് അവർ പഠിക്കുന്നത്. 4-5 മാസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഒരിടത്തും എത്തുന്നില്ല. അപ്പോൾ അവർ തീർച്ചയായിട്ടും നിരാശ അവർക്കുണ്ടാകും. ആ നിരാശ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം നിങ്ങൾ 65 മാർക്കിൻ്റെ ഭാഗത്ത് പഠിച്ചു തുടങ്ങണം. 65 മാർക്ക് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? കണക്ക്, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ അത് കഴിഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സ്, ജനറൽ സയൻസ്, IT, അത് പഠിച്ചു തുടങ്ങണം. 65 മാർക്ക് 3-4 മാസം കൊണ്ട് പൂർത്തിയാക്കണം. അടുത്ത 1 മാസം കൊണ്ട് 20 മാർക്കിൻ്റെ ഭാഗം പൂർത്തിയാക്കണം. 5 മാസം ആകുമ്പോഴത്തേക്കും പരീക്ഷ ജയിക്കാനുള്ള ശേഷിയിലോട്ട് നിങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കും. ഇനി വേണ്ടത് ഉയർന്ന റാങ്കാണ്. ആദ്യത്തെ 50 റാങ്കിനകത്ത് 25 റാങ്കിനകത്ത് വരണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തോട്ട് നിങ്ങൾ പ്രവേശിക്കേണ്ടി വരും. അതിൻ്റെ ക്രമം ആദ്യം കലാസാഹിത്യം സംസ്കാരം വായിച്ചു നോക്കണം. അത് കഴിഞ്ഞതിന് ശേഷമേ ഇതിനകത്തോട്ട് വരാവൂ. അപ്പോൾ ഈ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പറഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞു അല്ലേ? എളുപ്പമാണെന്ന് തോന്നും, എല്ലാം കഴിഞ്ഞു. പക്ഷേ ഇതാര് പഠിപ്പിക്കുമെന്നുള്ളതാണ്, ഇതാര് നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് നല്ല ബോധം വേണം. എവിടെ നിന്ന് എനിക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടും അല്ലേ? അപ്പോൾ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആസ്ഥ അക്കാഡമി നിങ്ങളുടെ കൂടെ ഈ പരീക്ഷ വിജയം വരെ ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഈ ചാനലിനകത്തൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതായത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാ മാസം ഉള്ളതും ഇതിനകത്തൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ പഠനഘടനയുടെ കാര്യം പറഞ്ഞത്, ജനറൽ സയൻസിൻ്റെ കാര്യം പറഞ്ഞത്, അതുപോലെ IT കാര്യം പറഞ്ഞത്, ഇതെല്ലാം ഈ പറഞ്ഞ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്ലേലിസ്റ്റ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം? പഠിച്ചു പോകണം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ചരിത്രവും ഭൂമിശാസ്ത്രവും കലാസാഹിത്യവും ഒക്കെ ഈ ചാനലിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. പക്ഷെ ആദ്യം അതല്ല എടുത്തു വെച്ച് നോക്കേണ്ടത്. ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ച് മുമ്പോട്ട് പോകണം. ഇനി അതിന് പുറമെ നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ആസ്ഥ അക്കാഡമി ഈ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അടുത്ത ദിവസം മുതൽ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. 6:30 മുതൽ 7:30 വരെയാണ് ഒരു ബാച്ച് ഉള്ളത്. ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ വീട്ടമ്മമാർ, എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ക്ലാസ്സാണ്. അതായത് ഏറ്റവും ബേസ് ലെവലിൽ നിന്ന് പരീക്ഷാ ബോധം വളർത്തിക്കൊണ്ട് നിങ്ങളെ പരീക്ഷയിലോട്ട് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. പ്രത്യേകിച്ച് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഞാനാണ്. എനിക്ക് സാധിക്കുമെന്നൊരു ഉറപ്പുണ്ട്. അപ്പോൾ ആസ്ഥ അക്കാഡമി ഉടനെ ആരംഭിക്കുന്ന LD ക്ലർക്കിൻ്റെ ലൈവ് കോഴ്സിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ഈ പറഞ്ഞ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം കുറച്ചുകൂടി ഊർജിതമാക്കി മാറ്റാനായിട്ട് പറ്റും. അല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് തനിയെ ഇരുന്ന് പഠിച്ചും അത് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ
കുറച്ചുകൂടി അത് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ പറയുന്നത് പോലെ എളുപ്പമല്ല, പ്രായോഗികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിങ്ങൾക്ക് ഒരു പഠനബോധം ഉണ്ടാവണം. ഒരു പഠന ആവശ്യവും പഠനബോധവും ഒക്കെ സൃഷ്ടിക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ഈ പഠിക്കാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ പഠിക്കാനുള്ള പ്രവണത ഉണ്ടാക്കുക എന്ന് പറയുന്നതും ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെട്ടാലും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് താഴോട്ട് പോകും. അപ്പോൾ നിങ്ങളെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ സ്വയം എന്താണ് ഈ പറഞ്ഞ് ജ്വലിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ജ്വലിക്കുന്ന ഈ പറഞ്ഞ ഒരു കനൽ കഷ്ണമാണ് നിങ്ങളെങ്കിൽ ഒരു ചെറിയ കാറ്റ് പോലെ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ പരീക്ഷാ വിജയം വരെ ഉണ്ടാവും. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ദാ ഈ പറഞ്ഞ കോഴ്സിനകത്ത് ഇപ്പോൾ ജോയിൻ ചെയ്യുക. ഈ നമ്പറിലോട്ട് വിളിക്കുക. കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയും. അതുമാത്രമല്ല, ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ആസ്ഥ അക്കാഡമിയുടെ ചില പ്രസിദ്ധീകരണങ്ങൾ സൗജന്യമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് ഈ പറഞ്ഞ പരീക്ഷയെക്കുറിച്ച് പ്രത്യേകം പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.